വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഉറങ്ങി എണീറ്റതേ ഉള്ളൂ ഗൈസ്. അതിൻ്റെ ഒരു പിന്നെ അത് കണ്ടു. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ ആയിട്ടോ കറങ്ങാനായിട്ട് പോവാട്ടോ. അലയിലാണ് ഞങ്ങൾ പോകുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങളുണ്ട്, പിന്നെ ഗീതു ചേച്ചി, പ്രവീൺ ചേട്ടൻ, പാർക്കുട്ടി, ലൂക്കാപ്പി ഉണ്ട്, ഷാരൻ ചേച്ചി, ജാമി ചേട്ടൻ, പിന്നെ അങ്കിളും ആൻറ്റിയും. അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ പോകാൻ. പിന്നെ സുജോഷൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള സീനാണ് കേട്ടോ. വലിയ സീനൊന്നുമില്ല, എന്നാലും ഒരു രസം. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഫുള്ള് കാറാണ്. ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനേ ഇവിടെ ഷാബിയിൽ ഇപ്പോൾ സ്പേസ് കിട്ടാറില്ല. അത്രയ്ക്ക് സീനാസ് കണ്ടോ. പിന്നെ ഇത് സ്കൂളാണ്. ഗൈസ്, ഇതാണ് ഗീതു ചേച്ചി. ഗീതു ചേച്ചി ഉണ്ട്, ചേട്ടനുണ്ട്, പാറക്കുട്ടി. ഇതാണ് ഞങ്ങളുടെ പാറക്കുട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും അലൈനിലെത്തി. എത്തിയപ്പോൾ തന്നെ ലേറ്റായിട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. അപ്പോൾ അലൈനിലുള്ള ടോപ്പ് 5-ലാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അപ്പോൾ സേവിച്ചൻ കാറിലിരുന്ന് ഉറങ്ങിയായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയപ്പോൾ കറക്റ്റായിട്ട് അവൻ ഉണരുകയും ചെയ്തു. എന്നിട്ട് എല്ലാവരെയും നോക്കി എന്തൊക്കെയോ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സേവിക്കുള്ള ഫുഡ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അവന് ആദ്യം കൊടുത്തു. എന്നിട്ട് ഞാനൊരു പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ സീ ഫുഡുമാണ് കഴിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ സുജോഷൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അങ്ങനെ സുജോഷേൻ്റെ വീട്ടിലെത്തി. സുജോഷേട്ടൻ എത്തിയിട്ടില്ല, ഈവനിങ്ങേ വരത്തുള്ളൂ. അരുണിമ ചേച്ചിക്ക് ഡ്യൂട്ടിക്കും പോകണം. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി. പിന്നെ പിള്ളേർ സെറ്റ് എല്ലാവരും കളിക്കാൻ തുടങ്ങി. അത് പാർക്കുട്ടി, ഇത് നീക്കുട്ടി, ഇത് നീല. എന്ത് ചെയ്യുക രണ്ടുപേരും? ഞാൻ ലെറ്റേഴ്സ് ഞാനൊരു
ബട്ടർഫ്ലൈനും ഐസ്ക്രീമും പൂവും വരയ്ക്കണം. ഓക്കെ, വരച്ചോ. വരയ്ക്കാൻ കാണിച്ചല്ല, ആരെയും വരച്ചെടുത്ത് നിങ്ങൾ കാണിച്ചു. ഇതാണ് നമ്മുടെ അരുണിമ ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി ഗൈസ്. പോയിട്ട് വരാം. ഓക്കെ ഗൈസ്. സുജോഷൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ജബൽ ഹഫീറ്റിന് അടുത്തുള്ളൊരു പാർക്കിലാട്ടോ വന്നത്. അവിടെ എത്തി ഞങ്ങളൊരു സ്പേസൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് എല്ലാവരും കളിക്കാനൊക്കെ തുടങ്ങി. സേവയുടെ കയ്യിൽ 2-3 റിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ലൂക്കയുടെ ബോളുണ്ടായിരുന്നു. അങ്ങനെ ബോളും റിങ്ങൊക്കെ വെച്ചിട്ട് കളിയും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു എല്ലാവരും. പിന്നെ ഞങ്ങളൊരു കുട്ടി റീലെടുത്തു കേട്ടോ. ആ റീൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. എന്നിട്ട് ഈ പാർക്കിൽ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ചിൽ ഔട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ജബൽ ഹഫീറ്റിൽ പോവായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ലേറ്റായി. എന്നാലും ഞങ്ങൾ ആ ഒരു ദിവസം ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും രാത്രിയായാലും കുഴപ്പമില്ല, ഉറക്കം വന്നാലും കുഴപ്പമില്ല എന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങ് എൻജോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അത്. ഞാനും ഷാരൻ ചേച്ചിയും ഗിരി ചേച്ചിയും കട്ടൻ സെർവ് ചെയ്യാം കേട്ടോ. കട്ടനും പിന്നെ ഇലയുടെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഞങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. A few moments later. ഒട്ടനാണല്ലേ, മനസ്സിലായി. அதுக்கு ஒரு நேரம் இருக்கு. அப்பதான் அந்த இடத்துக்கு நம்ம போக முடியும்.
ഭയങ്കര കാറ്റാണ് കേട്ടോ. തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റാനുള്ള ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കാറ്റാണ്. എൻ്റെ കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് പാറക്കുട്ടിയുടെ ജാക്കറ്റാണ് ഗൈസ്. പാറക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ മേടിച്ചതാണ്. ഒരുപാട് പേരിങ്ങനെ വന്നിട്ട് ഈവനിങ് ടൈമൊക്കെ വന്ന് ഇവിടെ വന്ന് ചില്ല് ചെയ്തിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഗ്രില്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഏരിയ ആണ്, അടിപൊളിയാണ്, കൊള്ളാം. പക്ഷെ കുറച്ച് തണുപ്പ് കാറ്റും കൂടുതലാണ്. കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി ഈറ്റ് ആൻഡ് ഡ്രിങ്കിൽ പോയിട്ട് ഒരു ചാർക്കോൾ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ.